ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. പെരുന്നാളുടെ ഭാഗമായി നമ്മുടെ വീട്ടിൽ ചെയ്ത ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 കൊല്ലമായി വീഡിയോസ് ചെയ്യുന്നു. 5 കൊല്ലവും നമ്മൾ പെരുന്നാളിൻ്റെ വ്ളോഗ് ചെയ്യാറുണ്ട്. പലർക്കും അത് യൂസ്ഫുൾ ആയി എന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ പിണ്ടിപ്പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. പിണ്ടിപ്പെരുന്നാളിന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ ആഘോഷിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാളാണ്. അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിൽ എല്ലാ പള്ളികളിലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, ചില പള്ളികളിലെങ്കിലും ഇങ്ങനെ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ, നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വാഴപ്പിണ്ടി കൊണ്ടുവന്ന് കുഴിച്ചിടും. അത് കഴിഞ്ഞിട്ട് ഈ വാഴപ്പിണ്ടി നമ്മൾ പേപ്പർ കൊണ്ടുള്ള കൊടികൾ ഇതൊക്കെ വെച്ച് അലങ്കരിച്ച് ഭംഗിയാക്കും. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇവിടെ ഈ സമയത്ത് പിണ്ടിപ്പെരുന്നാളുടെ സമയത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാ വീടിൻ്റെ മുറ്റത്തും പെരുന്നാളുടെ ദിവസം ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്താണ് ഈ പ്രാവശ്യം പിണ്ടിപ്പെരുന്നാളിന് ഡെക്കറേഷൻ ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വീടിനെ ഒരുക്കി വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കൂട്ടി കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ പെരുന്നാളിൻ്റെ ദിവസം എടുക്കുമ്പോൾ നമ്മൾ ആകെ പിന്നെ ബെഡ്ഷീറ്റ്സ് ആയാലും ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ കേർട്ടൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഈ കാണുന്ന രീതിയിൽ നമ്മൾ വീടിനെ നമ്മൾ ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വലിയൊരു ടാസ്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിണ്ടിപ്പെരുന്നാളുടെ ഭാഗമായിട്ട് നമ്മുടെ പിണ്ടിമ ചെയ്യുന്ന അലങ്കാരം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് പൂക്കളാണ് ഉണ്ടാക്കി വെക്കാൻ പോണേ. വലിയ റോസാപ്പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, പല കളേഴ്സിലുള്ളത്. അപ്പോൾ 5 കളർ റോസാപ്പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കണേ. 3 വീതം ഓരോ കളർ ഉണ്ടായിരിക്കും. അപ്പോൾ മൊത്തം 15 പൂക്കൾ. അത് ഇത്തിരി വലിപ്പത്തിലാണ് ഉണ്ടാക്കണേ. കാരണം നമ്മൾ വാഴപ്പിണ്ടിയും വെച്ച് കവർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഭംഗി ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ A4 പേപ്പറിൻ്റെ ഡബിൾ സൈസുള്ള പേപ്പറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ഇങ്ങനത്തെ വലിയ പേപ്പർ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ നമുക്കപ്പോൾ അങ്ങനെ വലുതാവുമ്പോൾ നമുക്ക് വലിയ ഇതളുകൾ കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. 5 കളേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ നേരത്തെ. അതിൽ 3 വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കൂടുതൽ ശരിക്കും ഉണ്ടാക്കിയാൽ നല്ലതാണ്. കാരണം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വാഴപ്പിണ്ടി അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതായിരുന്നു. പക്ഷേ അത്രയും പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ അത്രയും സമയം നമ്മളതിന് വേണ്ടി എടുക്കണം. ഈ പൂക്കൾ തന്നെ ഏകദേശം 3-4 ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുക. കാരണം നമ്മൾ വീട്ടിലുള്ള പല ജോലികളുടെ ഇടയിൽ കൂടെയാണ് ഈ പൂക്കളെല്ലാം തന്നെ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത്. പിന്നെ എല്ലാവരുടെയും കൂടി ഒരു എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതേ ചേട്ടൻ ഇവിടെ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇസ ഇവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ യെല്ലോ കളർ കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓരോ പൂക്കളുടെ ഉള്ളിലും. അപ്പോൾ അത് വരച്ച് കട്ട് ചെയ്യണം. അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു അത് കട്ട് ചെയ്യാൻ കേട്ടോ. കാരണം വളരെ ചെറിയ അളവായിരുന്നു, എന്നാലാണ് അത് ഭംഗിയാവുള്ളൂ. റോസ് ഇതേ അവിടെ സർക്കിൾസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു വർക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇതാരാ ചെയ്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും എഫേർട്ട് വീട്ടിലത്തെ ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇതളുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു, ഫുള്ളായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 15 പൂക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 അളവിലാണ് ഇതള് എത്തിയിരിക്കുന്നത്. വലിയ അളവ്, പിന്നെ ഒരു മീഡിയം, പിന്നെ ചെറുത്. അത് 4 എണ്ണം വെച്ചിട്ടാണ് ഓരോ ഇതളും ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം തന്നെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതളുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തത് ഞാനൊരു സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലേക്കാണ് ഈ ഇതളുകളെല്ലാം തന്നെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതളുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഇതളുകളൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതളുകൾ നമ്മളൊന്ന് ആദ്യം റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഇതളുകൾക്ക് ഒരു ഭംഗി ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അത് സെൻറ്ററിൽ ഇങ്ങനെ ആ സർക്കിളിൻ്റെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1-2 ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പേപ്പർ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇതിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. എനിക്കിഷ്ടപ്പെട്ടത് ഈ റോസാപ്പൂവിൻ്റെയാണ്. ഞാൻ മുൻപും ഇങ്ങനെ റോസാപ്പൂ ഒരെണ്ണമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിണ്ടിമ വെച്ചിട്ട് വേറെ പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ വലിയ റോസാപ്പൂക്കൾ വെച്ച് ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ബ്ലൂ കളറിലുള്ളത് ഉണ്ടാക്കി. ഇതളുകൾ ഫുൾ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗത്താണ് യെല്ലോ കളറ് ആ ഒരു ചെറിയ പൂ പോലത്തെ ഞാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പൂക്കളെല്ലാം തന്നെ ദേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഓരോ പൂക്കളും.
അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വാഴപ്പിണ്ടിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു മെഴുകുതിരിയുടെ നാളം പോലെ ഒരു ഐറ്റം വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ മെഴുകുതിരിയുടെ നാളം വെച്ചിട്ട് ഈ പൂക്കൾ അതിൻ്റെ താഴെ വെക്കുമ്പോൾ ഒരു മെഴുകുതിരി നിൽക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ മരം ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കും. ലൈറ്റ് കൊടുത്തിട്ട് അതിന് മുൻപിൽ ഇങ്ങനെ ഒരു യെല്ലോ പേപ്പർ സ്റ്റിക്ക് ചെയ്താൽ അത് ശരിക്കും കാണുമ്പോൾ ഒരു മെഴുകുതിരിയുടെ ഒരു ഫ്ലെയിം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ഫീല് കിട്ടുമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക വീടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വാം ലൈറ്റ് ഇതുപോലത്തെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിന്ന പോലത്തെ ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഓരോ വീടുകളിലും ഓരോ തരത്തിലും ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളെന്ന് പറയുമ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് വാഴപ്പിണ്ടി കൊണ്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് സെൻറ്ററിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കാൻ മുറ്റത്ത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു കട്ട ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതെടുത്ത് മാറ്റിയിട്ടാണ് വാഴപ്പിണ്ടി നമ്മൾ അപ്പച്ചൻ്റെ പറമ്പിൽ നിന്നുള്ളത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമ്പോൾ ഡെക്കറേഷൻസ് വെക്കാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെറിയ പിണ്ടി എടുക്കുകയാണെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ ഹൈറ്റ് കൂടിയത് എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ കോണിയിട്ട് നിന്നിട്ട് ആ പൂക്കളൊക്കെ അതുമ്പോൾ ഫിക്സ് ചെയ്യണം കേട്ടോ. അത് നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ശനിയും ഞായറാണ് നമ്മുടെ പെരുന്നാൾ. അപ്പോൾ ശനിയാഴ്ചത്തെ വിശേഷമാണ് ഷെയർ ചെയ്യണം കേട്ടോ. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്നാൽ നമുക്ക് ആദ്യം ഒരു കമ്പിത്തിരി അങ്ങോട്ട് കത്തിക്കാം, എന്നിട്ട് പെരുന്നാൾ സ്റ്റാർട്ട് ആക്കാം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഫയർ വർക്ക്, ഇസബലിന് ഭയങ്കര പേടിയാണ് പടക്കും ഐറ്റംസും അങ്ങനത്തെ ഒക്കെ കേട്ടോ. റോസുവിന് പൊതുവേ ഇഷ്ടമാണ്. പക്ഷേ ഈ കമ്പിത്തിരി ചിലത് വാങ്ങുമ്പോൾ ഭയങ്കര സ്പാർക്ലിംഗ് ആയിട്ട് വരും. അപ്പോൾ അത് കയ്യിലേക്ക് തീർക്കുമ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ അതിന് വേണ്ടി ചേട്ടൻ്റെ ഒരു ടൂൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് കമ്പിത്തിരി കത്തിക്കുക ആണെങ്കിൽ ഇങ്ങനെ നീങ്ങി നിന്നോളൂല്ലോ, കൈമയ്ക്ക് ഈ പറഞ്ഞ പോലെ തരിയൊന്നും വരില്ലല്ലോ. അപ്പോൾ അതിനായിട്ടൊരു ടൂൾ ഉണ്ടാക്കി കൊടുത്താട്ടോ. ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ സ്വയം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി തരും. അതുകൊണ്ട് ചേട്ടന് എന്താ പറയുക ഫ്രീ ടൈമൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യലാണ് മെയിൻ പരിപാടി. അപ്പോൾ അതേ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. കാരണം ഈ ഐറ്റം നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്, അവരെ കയ്യിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു കമ്പിത്തിരി കത്തിക്കാനായിട്ടുള്ള ടൂള്. ഞാൻ വിചാരിക്കാം ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇത് കിട്ടിയെങ്കിൽ നന്നായിരുന്നു. കാരണം എനിക്കും കമ്പിത്തിരി കത്തിക്കാൻ ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. ഫയർ വർക്കും പടക്കമൊക്കെ എനിക്ക് മൊത്തത്തിൽ പേടിയാണ്, ശബ്ദമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ദൂരെ നീക്കി പിടിച്ച് നിൽക്കുള്ളൂ. അതേ കിട്ടും അവിടെ പേടിച്ചിരിക്കുക കേട്ടോ. അവന് കമ്പിത്തിരി പടക്കമൊക്കെ കത്തിക്കാൻ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അവൻ അവിടെ നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാളാണ്. ഇത് വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ച ദിവസമാണ് നമ്മൾ തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത്, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെരുന്നാളിന് നമ്മൾ സാധാരണ അമ്പ് കൊണ്ട് വീട്ടിൽ വെക്കാന്ന് പറയും. ഇതുപോലെ അമ്പെന്ന് പറയാൻ എന്താ വെക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ പുണ്യാളൻ മരിച്ചിട്ടുണ്ടായിരുന്നത് അമ്പുകൾ തറച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അമ്പ് നമ്മുടെ വീടുകളിൽ കൊണ്ട് വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ കഴിക്കുകയാണ്. വട്ടയപ്പവും ഇറച്ചിക്കറിയുമാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇറച്ചിയും അതുപോലെ തന്നെ കൂർക്കയും കൂടിയിട്ടുള്ള കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ഗസ്റ്റുകളില്ല. ഞങ്ങളുടെ ഗസ്റ്റുകൾക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് ആർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമാണ് ഈ പ്രാവശ്യം പെരുന്നാൾക്ക് വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റോസ് ഇവിടെ ക്ലീനിങ് ആണ്. ഞാൻ ഓൾറെഡി ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇനി ആരെങ്കിലും വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ എന്നാൽ വേറെ പണിയൊന്നും ഇല്ല അവൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ അവിടെ ക്ലീൻ ചെയ്തിട്ടോളാം പറഞ്ഞപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പിണ്ടിമേ പൂക്കൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ ഉണ്ടാക്കി ആ തിരുനാളം പോലത്തെ ആയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു. അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പിണ്ടിമേ ഫുള്ളായിട്ട് നമുക്ക് ലൈറ്റ് ചിറ്റണം. അത് കാരണം പൂക്കൾ വെക്കുമ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നില്ല വെളിച്ചില്ലെങ്കിൽ. അപ്പോൾ ഫുള്ളായിട്ട് ലൈറ്റ് ചിറ്റണം. അതിനുശേഷം ഓരോ പൂക്കളുടെ ഉള്ളിലും നമ്മൾ ലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൂക്കൾ നന്നായി തെളിഞ്ഞ് കാണാൻ. അപ്പോൾ അത് ഞാനും ചേട്ടനും കൂടി ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പൂക്കളെല്ലാം തന്നെ നമ്മൾ പിണ്ടിമേ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം. അപ്പോൾ അങ്ങനെ ഈ പൂക്കളെല്ലാം തന്നെ ഇനി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഏകദേശം 2 മണിക്കൂറൊക്കെ സമയമെടുത്തു ഈ പിണ്ടിമേ നമ്മൾ പൂക്കൾ വെക്കാനും എല്ലാം ചെയ്യാൻ, ലൈറ്റിങ്ങിൻ്റെ പരിപാടികളെല്ലാം. അത് പിന്നെ വയറിങ്ങൊക്കെ ചേട്ടൻ പിന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും സമയം തന്നെ എടുത്തു ഇത് മൊത്തം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ചേട്ടനും ഇസയും കൂടിയൊക്കെ അത് ഫുള്ളായിട്ടും വെച്ച് കംപ്ലീറ്റ് ചെയ്യാണ്.
അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് പൂക്കൾ വെച്ച് കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അത് വെച്ചേക്കണേ പൂക്കൾ. അതുകൊണ്ട് കോണി വെച്ചിട്ട് മുകളിൽ നിന്നിട്ട് ചെയ്തത്. എനിക്കൊന്നും അവിടെ എത്തില്ല, കാരണം അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ അതേ ചെറിയ പിണ്ടിയാണെങ്കിൽ ഫുൾ പൂക്കൾ താഴെ വരെ നിൽക്കും. പക്ഷെ ഇത്രയും വലിയ പിണ്ടി ആയതുകൊണ്ട് ഇത് മുഴുവൻ പൂക്കൾ വെക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ നമ്മൾ പൂക്കളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് ലൈറ്റിങ് അത്ര പോരാ. പക്ഷേ നേരിട്ട് കാണാൻ നല്ല കളർഫുള്ളാണ്. പിന്നെ വൈകുന്നേരം ലൈറ്റിങ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ദേ കാണുന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീടുകളിലെ കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം തന്നെ എടുത്തിട്ട് നമ്മൾ അമ്പെല്ലാം കൊണ്ടുപോയി പള്ളിയിലേക്ക് വെക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതുപോലെ നല്ല ആഘോഷമായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഓരോ യൂണിറ്റുകളുണ്ട്, ആ യൂണിറ്റ് വൈസാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ ഓരോ യൂണിറ്റുകാർ ഇതുപോലെ തേരെന്ന് പറയും, ഈ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വണ്ടിയും ഇങ്ങനെ വെച്ചിട്ട് തേരും കൂടി പിന്നെ ആളുകൾ കുടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം, പള്ളിയിലേക്ക് പോവാം. അപ്പോൾ കൂടെ ശിങ്കാരിമേളോ ബാൻഡ് സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നല്ല ബഹളവും തളമേളമൊക്കെ ആയിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ നടക്കാനായിട്ട് പോകാൻ പറ്റാറില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ നടക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ നടന്ന് ഇതേ നമ്മൾ ഇവിടെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടനും ഞങ്ങളൊക്കെ വീട്ടിലും. അങ്ങനത്തെ എല്ലാവരും കുറേ പടക്കവും ഫയർ വർക്ക്സൊക്കെ സാധാരണ പെരുന്നാൾ സമയത്ത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ. അപ്പോൾ പള്ളിയിലത്തെ ഡെക്കറേഷനൊക്കെ ഈ കാണുന്ന രീതിയിലായിരുന്നു. ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബ്രൈറ്റ് ലൈറ്റ്സ് ആയിരുന്നു. കുറേ ഡിസൈൻ മാറി മാറി വരുന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ ചെന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സോ അങ്ങനത്തെ ഒക്കെ മേടിക്കുന്നത് ഈ സമയത്താണ് പെരുന്നാളിൻ്റെ പർച്ചേസിങ്. അപ്പോൾ അതെല്ലാം തന്നെ കുറച്ചൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല ബിസി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ കൊല്ലവും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിരുനാൾ എന്താ പറയുക സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.